Hello students, അപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയത് ഈ ഫ്ലൈറ്റിന്റെ പ്രോബ്ലം ആണ്. ടു ഫ്ലൈൻസ് ആർ നോട്ട് എന്താ സ്ക്യൂ എന്ന് കാണിക്കണമായിരുന്നു അല്ലേ. എന്താണ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല ആൻഡ് കൊളൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കാണിക്കണമായിരുന്നു. അപ്പോൾ സ്ക്യൂ എന്ന് കാണിക്കാനായിട്ട് നമ്മൾ എന്താ പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നത്? നോട്ട് പാരലൽ എന്നുള്ളതും കാണിക്കണം, അതുപോലെ തന്നെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതും കാണിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ്, ഈ രണ്ട് ലൈൻസിന് തന്നിരിക്കുന്ന ഈ രണ്ട് ലൈൻസിന് പാരലൽ ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്നിന്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ല, കാരണം ഒരെണ്ണം -1 -3 1ഉം ഒരെണ്ണം -2 -3 4ഉം ആണ്. ഒരിക്കലും ഇതിൽ നിന്ന് ഒരു സ്കെയിലാർ മൾട്ടിപ്പിളിന്റെ ഇതിനങ്ങോട്ടും ഒരു സ്കെയിലാർ മൾട്ടിപ്പിളിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പറ്റില്ല. ഒന്നിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരണം, അങ്ങനെ ഇതിലൊന്നും വരണില്ല. അതുകൊണ്ട് തന്നെ ഇവർ നോട്ട് പാരലൽ ആണ്. അപ്പോൾ ഒരെണ്ണം കിട്ടി. ഇനി നമുക്ക് ഇവർ രണ്ടുപേരും ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് കാണിക്കണം, ഒരു പോയിന്റിലും ഇന്റർസെക്ട് ചെയ്യുന്നില്ല എന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തേതിലുള്ള ടീനെ നമ്മൾ T1 എന്ന് എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തേതിലുള്ള ടീനെ നമ്മൾ T2 എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവും, അതുപോലെ ഇത് രണ്ടും ഈക്വൽ ആവും, ഇത് രണ്ടും ഈക്വൽ ആവും. അതായത് 1 - T1 = 2 - T2 ആവും. -2 - 3 T1 = -4 + 3 T2 ആവും. 4 + T1 = 1 + 4 T2 ആവും അല്ലേ. ഇങ്ങനെ വന്നാലാണ് ഈക്വേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ രണ്ട് പോയിന്റ്സ് ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാലാണ്, T1 ഉം T2 ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് അവർ ഇന്റർസെക്ട് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻസിന് സോൾവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള T1 ഉം T2 ഉണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇവിടെ രണ്ട് അൺനോൺസ് T1 ഉം T2 ആണ് വാരിയബിൾസ്, പക്ഷേ 3 സെറ്റ് ഇക്വേഷൻ ഉണ്ട്. പക്ഷേ രണ്ട് അൺനോൺസ് ഉള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ രണ്ട് ഇക്വേഷൻസ് മതിയാവും. അപ്പോൾ ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുത്തൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നു സോൾവ് ചെയ്യാനായിട്ട് പലവിധ മാർഗ്ഗങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ചെയ്യണമെന്നില്ല, ഇവിടെ നിങ്ങൾ ഇക്വേഷൻ തന്നെയായിട്ട് എടുത്തിട്ട് ചെയ്തോ. ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടുക, ഇതിൽ നിന്ന് ഇത് T1 ഉം T2 ഉള്ള ഇക്വേഷനാക്കി എഴുതുമ്പോൾ -T1 + 2T2 = 1 എന്ന് എഴുതാൻ പറ്റും. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇതിലാണെങ്കിൽ -3T1 - 3T2 = -2 എന്ന് എഴുതാനായിട്ട് പറ്റും. എന്നിട്ട് ആ രണ്ട് ഇക്വേഷനും കൂടി നിങ്ങൾ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് T1ന്റെ വാല്യൂ 1/9 എന്നും T2 = 5/9 എന്നും കിട്ടും. അപ്പോൾ ഇൻ ബിറ്റ്വീനിൽ ആ സോൾവ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ തന്നെ ചെയ്യണം. എന്നിട്ട് T1 = 1/9 ഉം T2 = 5/9 അല്ലേ നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ 3 ഇക്വേഷനും ഹോൾഡ് ചെയ്യുന്ന T1 ഉം T2 ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് ഹോൾഡ് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിൽ നമുക്ക് 37/9 ഉം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 29/9 ആണ് കിട്ടുക. അത് ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ അത് മൂന്നാമത്തെ ഇക്വേഷൻ T1ന്റെയും T2ന്റെയും വാല്യൂ മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പോയിന്റ്സ് ഇല്ല, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് ഇല്ല എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇന്റർസെക്ട് ചെയ്യില്ല, ഈ രണ്ട് ലൈൻസ് പാരലലും അല്ല, ഇന്റർസെക്ട് ചെയ്യില്ല, അതുകൊണ്ട് പ്ലെയിൻസ് കൊളൈഡ് ചെയ്യില്ല എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രോബ്ലം ആയിട്ട് അത് ചെയ്യാം. അടുത്തത് ഇക്വേഷൻസ് ഫോർ പ്ലെയിൻസ് ഇൻ സ്പേസ്. ഇതെല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇക്വേഷൻസ് ഫോർ പ്ലെയിൻസ് ഇൻ സ്പേസ്. അപ്പോൾ സ്പേസിലുള്ളതിനെ നമുക്ക് കുറേ ഡിവിഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് 3D അല്ലേ, സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ഓരോ പ്ലെയിൻസ് ആണ്. അത് നമുക്ക് ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്യാം, വെർട്ടിക്കലി സ്ലൈസ് ചെയ്യാം. അപ്പോൾ നോക്കിയത് ഇത് ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്ലെയിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 3D പഠിക്കുമ്പോൾ ഇപ്പോഴും ആ സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഷേപ്പ് ഓരോന്നും ഓരോ പ്ലെയിൻസ് ആണ് എന്നുള്ളതും ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം, എന്നിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഓരോ പ്ലെയിൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് നമ്മൾ പറയാനായിട്ട് പോണത്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് പറയുന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഡെഫിനേഷൻ മാത്രം നോട്ടിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ, എങ്ങനെ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ദ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ containing the point P0, X0, Y0, Z0 and having the normal vector n = AI + BJ + CK. അപ്പോൾ ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ അതിലെ ഒരു പോയിന്റ് X0, Y0, Z0 അറിയാൻ പറ്റണം. അതുപോലെ അതിൻ്റെ ഒരു നോർമൽ വെക്ടർ AI + BJ + CK അതറിയാനും പറ്റണം. ദാറ്റ് ഈസ് A ഇൻറ്റു, അങ്ങനെ രണ്ടും അറിയാമെങ്കിൽ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് A × X - X0 + B × Y - Y0 + C × Z - Z0 = 0 എന്നാണ്. A × X - X0 + B × Y - Y0 + C × Z - Z0 = 0 ആണ് റിക്വയർഡ് ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ.
എന്തൊക്കെ അറിയണം? പോയിന്റും അറിയണം, അതിനുള്ള നോർമൽ വെക്ടറും അറിയണം. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ ത്രൂ ദ പോയിന്റ് P0 0 2 -1 ആൻഡ് ദ നോർമൽ ടു ദ വെക്ടർ 3i - 2j - k. ഇവിടുത്തെ x0 y0 z0 ഇതാണ് തന്നിരിക്കുന്നത്, a b c ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് ജനറൽ ഇക്വേഷൻ ഒരു പ്രാവശ്യം എഴുതാട്ടോ, അതിന് മാർക്ക് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ ഫോർ ദ പ്ലെയിൻ കണ്ടുപിടിക്കുക. എളുപ്പമല്ലേ? ഓക്കെ, അവിടെ ഒരു റിമാർക്ക് പറയുന്നത് എന്താണെന്നൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു നോർമൽ വെക്ടർ തന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ഫോമിലും കൂടി ഇക്വേഷൻ എഴുതാം എന്നുള്ളതാണ് പറയുന്നത്. നോർമൽ വെക്ടർ ai + bj + ck ആണല്ലേ തന്നിട്ടുണ്ടാവുക. അപ്പോൾ പ്ലെയിൻ്റെ ഇക്വേഷൻ എപ്പോഴും ax + by + cz = d എന്നുള്ള ഫോമിലായിരിക്കും, വേർ d is equal to a × x0 + b × y0 + c × z0 എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് 3x - 2y - z = സം d എന്നുള്ള ഫോമിലാണ്. ഈ d കിട്ടാനായിട്ട് ax0 + by0 + cz0 ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ഡയറക്റ്റ് ആയിട്ടും കണ്ടുപിടിക്കാം. ഓർത്തിരുന്നാൽ മതി. Anyway, ai + bj + ck is normal to the plane ax + by + cz = d. ഇങ്ങനെ ഒരു പ്ലെയിൻ തന്നിട്ട് അതിൻ്റെ നോർമൽ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഈ കോഎഫിഷ്യൻസ് എടുത്താൽ മതി. ai + bj + ck എടുത്താൽ അത് നോർമൽ വെക്ടർ ആയിരിക്കും ടു ദ ഗിവൺ പ്ലെയിൻ. അപ്പോൾ ചിലപ്പോൾ തിരിച്ചും ചോദിക്കാറുണ്ട്, പോയിന്റും നോർമൽ വെക്ടറും തന്നിട്ട് പ്ലെയിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനും പറയാറുണ്ട്. പ്ലെയിൻ തന്നിട്ട് അതിന് എപ്പോഴെങ്കിലും നമുക്കൊരു നോർമൽ വെക്ടർ കണ്ടുപിടിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോഎഫിഷ്യൻസ് യൂസ് ചെയ്ത് ai + bj + ck എന്നുള്ള രീതിയിൽ ഒരു നോർമൽ വെക്ടർ ഉണ്ടാക്കാനും നമുക്ക് പറ്റണം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റണം കേട്ടോ. നോക്കി നോക്കും. Find an equation of the plane through the point 2, 4, 5 and perpendicular to the line. Perpendicular to the line, x = 5 + t, y = 1 + 3t and z = 4t. അപ്പോൾ വെക്റ്റർ പാരലൽ ടു ദ ഗിവൺ ലൈൻ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് വേണമല്ലോ നമുക്ക് പ്ലെയിന് നോർമൽ ആയിട്ടുള്ളത്. ഈ പ്ലെയിൻ്റെ പ്രത്യേകത, ഈ പ്ലെയിൻ ഈ ലൈനോട് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ ഈ ലൈൻ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ലൈൻ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ലൈന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. ലൈൻ തന്നെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ലൈനോട് പാരലൽ ആയിട്ടുള്ള വെക്ടർ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നോർമൽ ആയിരിക്കുക എന്ന് തന്നെയാണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതും നോർമൽ എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്. 90 ഡിഗ്രിയിൽ നിൽക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ആകെ പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. പിന്നെ തന്നിരിക്കുന്നത് ഈ ലൈൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം ഈ പ്ലെയിൻ ഈ ലൈനോട് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ലൈനോട് പാരലൽ ആയിട്ടുള്ള ഏത് വെക്ടറും ഈ പ്ലെയിനോട് പെർപെൻഡിക്കുലർ തന്നെയായിരിക്കും, നോർമൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ ലൈന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ഏതാ നമുക്കറിയാം. അതെന്താ? ഇവിടെ നിർത്താൽ മതി, കോഎഫിഷ്യൻസ് എടുത്താൽ മതി. x0 + at a, y0 + bt b, z0 + ct c യൂസ് ചെയ്ത് അതിൻ്റെ നമ്മൾ ലൈൻ്റെ ഇക്വേഷൻ ആദ്യം പഠിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ വെക്ടർ പാരലൽ ടു ദ ഗിവൺ ലൈൻ ഈസ് i + 3j + 4k ആണ്. പോയിന്റ് 2, 4, 5 ആണ്. അപ്പോൾ രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ വെക്ടറും അതുപോലെ പോയിന്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പ്ലെയിനിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? a × x - x0 + b × y - y0 + c × z - z0 = 0. അത് യൂസ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്തത് പ്ലെയിൻ ഡിറ്റർമിൻഡ് ബൈ 3 പോയിന്റ്സ്. ഫൈൻഡ് എ പ്ലെയിൻ ത്രൂ ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഫൈൻഡ് ദ പ്ലെയിൻ ത്രൂ 1, 1, -1, 2, 0, 2 ആൻഡ് 0, -2, 1. പിന്നെ 3 പോയിന്റ് ആണ് തന്നിരിക്കണേങ്കിൽ നമ്മൾ ആദ്യം ഈ പോയിന്റിനെ ഓരോന്നിനെയും P0 എന്നും P1 എന്നും P2 എന്നും എടുക്കാം. ഇനി വെക്ടർ P0, P1 വെക്ടർ P0, P2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ലൈസ് ഇൻ ദ പ്ലെയിൻ
ഈ രണ്ട് വെക്ടേഴ്സും ഈ 3 പോയിന്റ്സ് പ്ലെയിനിലുണ്ട് എങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും പ്ലെയിനിലുണ്ടാവും. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും സെയിം ആയിട്ട് എടുക്കാട്ടോ. P0 P1 എന്നുള്ളതും P0 P2 എന്നുള്ള വെക്ടറും ആ സെയിം പ്ലെയിനിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവരുടെ ക്രോസ് പ്രൊഡക്റ്റ്, രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും അവർ ലൈ ചെയ്യുന്ന പ്ലെയിന് നോർമൽ ആയിരിക്കും എന്നറിയാം. ആ ഒരു റിസൾട്ട് നമ്മൾ മുമ്പ് +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും രണ്ട് വെക്ടേഴ്സിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആ രണ്ട് വെക്ടേഴ്സ് ലൈ ചെയ്യുന്ന പ്ലെയിന് നോർമൽ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ P0 P1 ക്രോസ് വെക്ടർ P0 P1 ക്രോസ് വെക്ടർ P0 P2. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ വെക്ടറിന്റെ രണ്ടിനെ സെയിം ആയിട്ട് എടുക്കണേ, എന്നാലേ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈസ് നോർമൽ ടു ദ റിക്വയർഡ് പ്ലെയിൻ. അപ്പോൾ ആ നോർമൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ക്ലൂ കിട്ടി. അപ്പോൾ പലതരത്തിൽ കണ്ടോ, പല പ്രോബ്ലത്തിൽ പല ക്ലൂസ് ആണ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രണ്ട് വെക്ടർ എടുത്ത് അവരെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു. ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആദ്യം P0 P1 എന്നുള്ള വെക്ടറിനെ കണ്ടുപിടിച്ചു. P0 P1 എന്നുള്ള വെക്ടറിനെ കണ്ടുപിടിക്കാൻ അറിയാലോ. ഈ P1ന്റെ കോർഡിനേറ്റ്സ് P0ന്റെ കോർഡിനേറ്റ്സ് അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 2 - 1 × I 0 - 1 × J പ്ലസ് 2 - -1 × K ആണ് വെക്ടർ P0 P1. രണ്ട് എൻഡ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാവുന്ന വെക്ടർ. അതുപോലെ P0 P2 കണ്ടുപിടിച്ച് എഴുതുക, അതും അറിയാലോ. 0 - 1 × I -2 - 1 × J 1 - -1 × K. രണ്ട് വെക്ടർ കണ്ടുപിടിച്ചു. അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് ഇത് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നോർമൽ കിട്ടി. നമ്മുടെ കണ്ടുപിടിക്കേണ്ട പ്ലെയിന് നോർമലായിട്ടുള്ള വെക്ടർ ഇതായിരിക്കും. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് വേണ്ടു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ എടുക്കാം. ആ പോയിന്റ് എടുത്തു. പിന്നെ നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്തു. A × x - x0 എന്നുള്ള ഫോമുലയൊക്കെ ഇവിടെ എഴുതണം കേട്ടോ, എന്നാലാണ് മാർക്ക് കിട്ടുള്ളൂ. നോട്ടിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതിക്കോളൂ. ഓക്കെ, അടുത്തത് ദ ഇന്റർസെക്ഷൻ ഓഫ് എ ലൈൻ ആൻഡ് പ്ലെയിൻ. ഫൈൻഡ് ഔട്ട് ദ പോയിന്റ് വേർ ദ ലൈൻ തന്നിട്ടുണ്ട് ആൻഡ് ദ പ്ലെയിനും തന്നിട്ടുണ്ട്. അവരെവിടെയാണ് ഇന്റർസെക്ട് ചെയ്യാന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവർ ഇന്റർസെക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈസ് ഇൻ ദ പ്ലെയിൻ ഇറ്റ്സ് കോർഡിനേറ്റ് സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ. ഈ ലൈൻ്റെ ഇക്വേഷൻ ഈ പ്ലെയിൻ്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. ഇന്റർസെക്ട് ചെയ്യുമെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ഒരിക്കലും ലൈൻ പ്ലെയിൻ്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യില്ല, പ്ലെയിനാണ് വലുത്. അപ്പോൾ ലൈൻ പ്ലെയിൻ്റെ ഇക്വേഷനെ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവുക. വലുത് പ്ലെയിൻ അല്ലേ, അപ്പോൾ ലൈൻ പ്ലെയിൻ്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ലൈൻ്റെ ഇക്വേഷനിൽ ഇതാണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്, ഇതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ്, ഇതാണ് അതിൻ്റെ ഇസഡ് കോർഡിനേറ്റ്. അത് കറസ്പോണ്ടിങ്ങിലി പ്ലെയിൻ്റെ ഇക്വേഷൻ്റെ XYZ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ കിട്ടണ T ഏതാണോ ആ T വെച്ച് നമുക്കതിനെ പോയിന്റിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ലൈൻ്റെ ഇക്വേഷൻ പ്ലെയിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് കോർഡിനേറ്റ് എക്സിൻ്റെ പ്ലേസിൽ, വൈ കോർഡിനേറ്റ് വൈൻ്റെ പ്ലേസിൽ, സെഡ് കോർഡിനേറ്റ് സെഡിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് T = -1 കിട്ടും. അപ്പോൾ T = -1 എന്നുള്ള പോയിന്റ് കറസ്പോണ്ടിങ്ങിൽ ആ ലൈൻമേലുള്ള T = -1 ആകുന്ന ആ ലൈനിലെ പോയിന്റ് ആയിരിക്കും പ്ലെയിനിൽ ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ T = -1 ആകുന്ന ആ ലൈനിലെ പോയിന്റ് ഏതാണ്? ഇവിടെ Tക്ക് -1, ഇവിടെ -1, ഇവിടെ -1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് കണ്ടുപിടിക്കുക. ആ പോയിന്റ് ആയിരിക്കും ലൈൻ പ്ലെയിനിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ്റെ ഇക്വേഷനിൽ ലൈൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് T കണ്ടുപിടിച്ച് ആ Tയുടെ വാല്യൂ എഗെയിൻ ലൈൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് ആ കറസ്പോണ്ടിങ് പോയിന്റ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് ലൈൻ്റെ ഇക്വേഷനിൽ തന്നെ കൊടുക്കുക, കാരണം ലൈൻ്റെ ഇക്വേഷനിലല്ലേ പോയിന്റ് ആയിട്ട് കിടക്കണേ. അപ്പോൾ പോയിന്റ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് എളുപ്പം അത് ലൈൻ്റെ ഇക്വേഷനിൽ തന്നെ കൊടുക്കുന്നതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.